പറയ പ്രീതി. നിന്റെ മനസ്സിലിപ്പോ എന്താ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വിക്രം. കവിൻ എന്നെ അവന്റെ അമ്മയായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നു നിന്നോട് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു വിക്രം. അതുപോലെ ആന്റിയും ഈ കാര്യത്തില് സപ്പോർട്ടാണെന്നുള്ളതും എനിക്കറിയാം. നീയും ഈ കാര്യങ്ങളല്ലേ ഇപ്പൊ ആലോചിക്കുന്നത്? സോറി പ്രീതി, കൊച്ചുകുട്ടിയല്ലേ, എന്തോ വിവരമില്ലാതെ സംസാരിച്ചതാ. എന്റെ അമ്മയ്ക്കും ഒന്നും അറിയാതെ അമ്മയുടെ ഇഷ്ടത്തിന് എന്തോ സംസാരിക്കുക ചെയ്തത്. ഈ കാര്യത്തില് നിനക്ക് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് സോറി പറയുക. ഐ ആം സോറി. അയ്യോ വിക്രം, എന്തിനാ എന്നോട് സോറിയൊക്കെ ചോദിക്കുന്നത്? അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. അല്ലല്ല, നീ ജോളിയായിട്ട് ഒരു ഫ്രീ ബേഡായിട്ട് സന്തോഷിച്ച് ചിരിച്ചു കളിച്ച് നടന്നതല്ലേ. നീ സ്വയം ഒരു ഗോൾ സെറ്റ് ചെയ്ത് ആ ലക്ഷ്യത്തിലേക്ക് നിന്റെ സ്റ്റഡീസ് കൊണ്ടുപോയല്ലേ. നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. നിനക്കധികം പ്രായമായിട്ടില്ല. നിനക്ക് വേണ്ടി ഒരു ഫ്രഷ് വുഡ് ബി ഈ ലോകത്ത് എവിടെയോ നിനക്ക് വേണ്ടി തന്നെ കാത്തിരിപ്പുണ്ടാവും. എൻ്റെ ലൈഫ് വേറെയാ, എൻ്റെ മെൻറ്റാലിറ്റിയും വേറെയാ, എൻ്റെ സർക്കംസ്റ്റാൻസസും വേറെയാ. ഇതൊന്നും മനസ്സിലാക്കാതെയാ അമ്മ കവിൻ്റെ കൂടെ ചേർന്ന് ഓരോന്ന് വെറുതെ നിന്റെയും എൻ്റെയും കല്യാണം നടത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് ഇങ്ങനെ കുറച്ച് ബുദ്ധി വേണ്ടേ? എനിക്കല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞതാ, നിന്നേക്കാളും പ്രായത്തിൽ മൂത്തതുവാ. എൻ്റെ ലോകം എന്ന് പറയുന്നത് കവിൻ മാത്രമാണെന്ന് പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അതിനിടയിൽ അമ്മ കല്യാണത്തിന് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ പരിചയമില്ലാത്ത ഏതോ പെൺകുട്ടികളെ കാണിച്ച് കോമഡി കാണിക്കുമായിരുന്നു അമ്മ. ഇപ്പോൾ നിന്നെ ആ സ്ഥാനത്ത് നിർത്തി എന്നെ ടെൻഷനാക്കുക. എന്താ പറയുക, എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല പ്രീതി. ഇന്ന് നടന്നു ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. നീ പണ്ടത്തെ പോലെ തന്നെ ഈ വീട്ടിൽ താമസിക്കേ, നന്നായിട്ട് പഠിക്കേ. നിന്റെ ടാർഗറ്റ് എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് പോ. നീ നല്ലൊരു പയ്യനെ കണ്ടെത്തി അവനെ കല്യാണം കഴിക്കണം. അതാ നിനക്ക് നല്ലത്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? എന്താ വിക്രം ഇങ്ങനെ നോക്കുന്നത്? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ. ഞാൻ നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത് എന്റെ മനസ്സിലുള്ള സ്നേഹം കൊണ്ട് തന്നെയാ. പ്രീതി, എന്തൊക്കെ ഭ്രാന്താ നീ പറയുന്നത്? ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നിന്റെ തലയിൽ കയറിയില്ലേ? അതോ നീ എന്നെ പ്രാങ്കാക്കാൻ നോക്കണോ? പ്രാങ്ക് ഒന്നും അല്ലിത്. എന്റെ മനസ്സിലുള്ളത് ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറയുന്നതാ. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടം തന്നെയാ. സത്യം പറഞ്ഞാ എനിക്ക് നിന്നെ ആദ്യം കണ്ടപ്പോഴേ ഒത്തിരി ഇഷ്ടം തോന്നിയിരുന്നു. നിനക്ക് നിന്റെ അമ്മയോടുള്ള സ്നേഹം, നിന്റെ അച്ഛനോട് കാണിക്കുന്ന ബഹുമാനം, അതുപോലെ നിന്റെ മകനോടുള്ള വാത്സല്യം, പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ഒരു തീരുമാനം എടുത്ത അതിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സ്, അങ്ങനെ എല്ലാം കൊണ്ടും എന്റെ ക്യാരക്ടറുമായിട്ട് മാച്ചായിട്ട് പോയിരുന്നു. ആരുടെ ഇത്? നീ എന്റെ ഫോട്ടോ കോപ്പി ആണെന്ന് പോലും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നിന്റെ പാസ്റ്റ് ലൈഫിൽ ഒരു പെണ്ണുണ്ടായിരുന്നില്ലേ, അവള് ഭാഗ്യമില്ലാത്തവളാ. നിന്നെപ്പോലൊരുത്തനെ അവൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നിന്നെ മിസ് ചെയ്തേല് അവളാ ശരിക്കും വിഷമിക്കണ്ടേ. എന്റെ കാര്യത്തിലാണെങ്കിൽ നീ എനിക്ക് ഡബിൾ ഓക്കെയാ. ഇതെന്താ ഇവള് പെട്ടെന്ന് ഓക്കെ പറഞ്ഞെന്ന് ആലോചിച്ച് എന്നെ വെറുതെ മോശക്കാരിയായിട്ട് കാണല്ലേ? നീ എങ്ങനെ ഫ്രാങ്കായിട്ട് കല്യാണം വേണ്ട, ആരെയും കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ തന്നെയാ ഞാൻ എന്റെ മനസ്സിലുള്ളത് നിന്നോട് പറഞ്ഞത്. വീണ്ടും പറയാ, ഐ എം റെഡി ടു മാരി യു. ഇത് നിനക്ക് ഓക്കെ ആണെങ്കിൽ പറയാ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല. നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അത് പറയാം, ഇല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല നമുക്ക് തോക്കി പറഞ്ഞോ. പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടം. നിന്റെ ഒരേ ഒരു മകൻ, അതായത് കവിനെ ഒരുപാട് ഇഷ്ടം. ഈ വീട് ഇഷ്ടമാണ്. ഈ വീട്ടിലുള്ള ഓരോ ആൾക്കാരെയും എനിക്ക് ഒരുപാട് ഇഷ്ടം. നീ ഓക്കെ പറയുന്നത് വരെ ഞാൻ കാത്തിരിക്കാം. ഇപ്പൊ ഉടനെ പറയണമെന്ന് നിർബന്ധമില്ല. ഒരു 1-2 ദിവസം വേണ്ട, ഒരാഴ്ച എടുത്തോ. നോ പ്രോബ്ലം. എന്തായാലും നന്നായി. പ്രീതി നന്നായി സംസാരിച്ച് വിക്രമിനെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കുന്ന തോന്നുന്നത്. ദൈവമേ,